അസ്സലാമലൈക്കും. ഇന്ന് ശനിയാഴ്ച എനിക്ക് ഹോസ്പിറ്റലിൽ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ് ഒക്കെ ഉള്ള ദിവസമായിരുന്നേ. കുറേ ദിവസമായി സുഖമില്ലാതായിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് അവർ സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റിനും ഒക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശനിയാഴ്ച ലീവ് ആണല്ലോ അന്ന് പോവാന്ന്. പക്ഷേ ശനിയാഴ്ച ഭയങ്കര തിരക്കായിരിക്കും സ്കാനിങ്ങിനാന്ന് പിന്നെ പറയണ്ട. അപ്പോൾ ഞാൻ 6 മണിക്ക് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ചെടിക്ക് നനക്കുകയും പിന്നെ ജനുവാഴ്ചയെല്ലാം ഉറങ്ങുമായിരുന്നു. അപ്പോൾ ജമലുവിനെ മാത്രം എടുത്തിട്ട് അങ്ങനെ 6:30 ആയപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. التواب الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. സമയം 6:45. ഹോസ്പിറ്റലിൽ നേരത്തെ പോയാൽ സ്കാനിങ് വേഗം കഴിയുമെന്ന് പറഞ്ഞോണ്ടാ ഇപ്പം ഇറങ്ങി. أمن يملك السمع والأبصار ومن حقت كلمة ربك على الناس تؤفكون قل هل من شركائكم من يهدي അങ്ങനെ വീണ്ടും നസീമിലേക്ക്. ബ്ലഡ് ടെസ്റ്റ് ഇപ്പോൾ സ്കാനിങ്ങിന് ഞാൻ ഇത്ര നേരത്തെ വന്നിട്ടു 2-3 ആളുണ്ട് വെയിറ്റിങ്. അപ്പോൾ ഇനി ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നിറയെ വെള്ളം കുടിക്കണം. എഴുതാമേൽക്കാം വെള്ളം കുടിക്കണം. എന്നിട്ട് ഫസ്റ്റിൽ പിന്നെ ഇതെവിടെ പിടിക്കാം സി ഇത് മേലത്തെ സ്കാനിങ്ങിൻ്റെ ഓക്കെ വാ ഫസ്റ്റല്ല ഇത് രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കില്ല, അതുകൊണ്ട് പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ലാബ്. ഒരു ഗ്ലാസ് കൂടി വേണമെന്നൊന്നുമില്ല, പക്ഷെ കുടിക്കാണ്ട് നിവൃത്തിയില്ലല്ലോ. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് 2 hour എടുക്കുന്നതായിരുന്നു ബ്ലഡ് ടെസ്റ്റിൻ്റെത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം. കാരണം ഈവനിങ്ങിലാണ് ഡോക്ടറുള്ളത്. ഇനിയിപ്പോൾ അതും കൊണ്ട് ഈവനിങ്ങിൽ വീണ്ടും വരണം. അപ്പം സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ഷഫ്ന. ഇതിനാ കൊടുക്ക്. ജമലോ കം ജാം കം. എത്ര മണിക്കാണ് ഡോക്ടർ ഉണ്ടാവും പറഞ്ഞാ? 4 o'clock. Come fast. Go. നല്ല മസാല ദോശയും ഉഴുന്ന് വടയും കഴിക്കാൻ പോയി. ഇവിടെ നമ്മളെ മദ്രാസ് ചട്നി, മദ്രാസ് ചട്നി മദീന ഖലീഫ സൗത്തിലുള്ള മദ്രാസ് ചട്നി. ആടെയുള്ള ദോശയും ഇഡ്ഡലിയെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടാവും. ഇപ്പം മോർണിംഗ് ആയതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും. പക്ഷേ ഉള്ളില് ഇരിക്കാൻ സീറ്റ് ചെറിയ ഷോപ്പാണ്, പക്ഷെ നല്ല ടേസ്റ്റാ ദോശയും ഇഡ്ഡലിയും. നമ്മളുടെ ഫേവറേറ്റ് ദോശ അല്ല. ഇതാണ് മദ്രാസ് ചട്നി, മസാല ദോശയും. ഇങ്ങോട്ടൊക്കെ ദോശ ഈറ്റ് ചെയ്ത് ടേസ്റ്റ് ഉണ്ടാ? ദോശ ഗുഡാ? നല്ല ടേസ്റ്റ് ഉണ്ടാ? ഡോർ ക്ലോസ് ചെയ്. മദ്രാസ് കഫേ.
ഇവിടെ നിന്നാണ് ഇന്നത്തെ ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ആള് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന് കോഴി ഞങ്ങൾ ഇറക്കി കൊടുക്കട്ടെ, എന്നിട്ട് കുറച്ച് ഉറങ്ങട്ടെ. 9:20 ഇപ്പം ആയത് 9:30. ഉമ്മ പറഞ്ഞിക്കേ പിന്നെ വെള്ളത്തില് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. വീഡിയോയിൽ ഇപ്പൊ കോഴി ഒരു കഥാപാത്രമാണല്ലേ, ഒരു പാർട്ടാണ്. ഇന്നത്തെ കഴിച്ചിക്കല്ലോ. ഞാൻ പൂവനെ പിടിക്കട്ടെ, പൂവനെ പിടിക്കട്ടെ. അതൊന്ന് ക്ലീൻ ആക്കണോ. പിന്നെ അതാ ഇതില് നല്ലോണം പിഴിഞ്ഞിട്ട് കൊടുത്താല് നല്ലതാവൂലോ വെള്ളത്തില്. ഇങ്ങനെ പിടിക്കണ പോവാ, നീ വാ, ഇറങ്ങിക്കോ. തിന്നോ, വേഗം തിന്നോ, പിടിക്കണടാ, ഇങ്ങനെ പിടിക്കണം. ഇടങ്ങാറാക്കണ്ട പാവം, തിന്നോട്ടെ. നിങ്ങൾ നല്ലോണം അത് പിഴിഞ്ഞ ജമലു കട്ട് ചെയ്തിട്ടതാ. ഇത് ദാഹിക്കുന്നുണ്ട്, വേഗം ആക്കി കൊടുക്ക. അയ്യോ കേക്ക് കഴിച്ചതാ, ബർത്ത്ഡേ കേക്ക് കഴിച്ചത്. തിന്നിക്കല്ല, ഞാൻ വിചാരിച്ചു തിന്നൂല പാവം. ഇയാൾക്ക് ദാഹിക്കുന്നുണ്ടേ, അതാ വന്നിങ്ങനെ നോക്കുന്ന. വേഗം കൊടുക്ക്. ഇനി എനക്ക് ഇഷ്ടം ഇതാ. ഇയാള് ഒരാളാ മുട്ട ഇടുന്നുള്ളൂ, ഇത് കുറച്ചിങ്ങോട്ട് നീക്കി കൊടുക്കും. അത് കഴിച്ചൊട്ടിച്ചല്ലോ എന്താ കണ്ടിട്ട്. സെയിം കുടിച്ചോട്ടെ. ഇനിയാ ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടമാണ്. പൂവന്റെ അപ്പുറമുള്ള അതാ പറഞ്ഞ പോലെ കാലിന് വേറെ ഒരു കളറ്, പച്ച കളറ്. അതാ അതിന്റെ കാലിന്റെ കളർ എങ്ങനെയാ? ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവാ, ഒരു ഗ്രീൻ കളറ്. ഇയാളെ എനിക്ക് ഇഷ്ടം. ഇതാ നല്ല കളറല്ലേ ഇത്. കോമൺ ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക്. നമ്മൾ എഗ് എടുക്ക്. എഗ് ഡെയിലി ഒന്നും ഇടുന്നില്ല കേട്ടാ, ഇനി നല്ലോണം ഫുഡ് വേണം. അബിട്ടേക്ക അല്ലാണ്ട് ഓടുമല്ലോ. Take this. Give me. No, gift Abhi. കാട മുട്ട എത്ര വലിപ്പമുള്ളൂ? വലിപ്പം കുറവ്. കാട മുട്ട നിങ്ങൾ കൂടിൽ കുറച്ച് അതിട്ട് കൊടുത്താ. കുറേ ദിവസമായി കൂട് ക്ലീൻ ആക്കാത്ത, പക്ഷെ അധികം വൃത്തികേടൊന്നും ആയിക്കില്ല. ഞാനിങ്ങനെ കൂട്ടിൽ ഇപ്പം വെള്ളമൊന്നും വെച്ചു കൊടുക്കില്ല, അതുകൊണ്ട് അത്ര വൃത്തികേടായിക്കില്ല. ജമലോ, വാട്ട് ആർ യു ഡൂയിങ്? എഗ്ഗ് പൊട്ടി പോവാ. ഇവിടെയാണ് ഞങ്ങൾ ഇത് വെക്കുക, കോഴിക്കൂട്ടിലിടുന്ന സാധനം. ഇത് നല്ല സ്മെല്ലാണ് ഇതിന്, എന്തോ ഒരു മെഡിസിനൽ പ്ലാന്റിൻ്റെ സംഭവമാണ്. ഇപ്പം അത് ജസ്റ്റ് ഒന്ന് എല്ലാം അടുത്താക്കി കൊടുക്കും. അങ്ങനെ വൃത്തികേടായില്ല ഇതിട്ട് കൊടുത്താൽ. അങ്ങനത്തെ അങ്ങനെ എന്തോ ഒരു മര, മൂപ്പർക്ക് എന്താ വേണ്ടാത്ത അതും കൂടി അതിലുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാലൊക്കെ തിന്നു, വിശക്കുന്നുണ്ടാവില്ല. ഇന്നലെ നൈറ്റിൽ നമ്മൾ ഇത് കൊടുത്തില്ലേ. ഓക്കെ, ഇനഫ് ഗോ. മാഷാല്ലാ, ഞാൻ അന്നത്തെ ആ കുഞ്ഞ് കോഴിക്കുട്ടിന്ന് ഇപ്പൊ ഈ ഒരു പൂവനായി കേട്ടാ. അന്നത്തെ ആ വീഡിയോ നമ്മൾ എടുക്കണ്ടേനാ. ഇവനാള് ഭയങ്കര മോശമായിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാരെയും കൊത്തിയിട്ട് അസമിന്റെ കയ്യിൽ പിടിച്ചെടുക്ക. മാഷാല്ലാ, ഇത് ഇവിടെ ഇങ്ങനെ താക്കാൻ വെച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും പിന്നെ മുറ്റത്തേക്ക് പോകും ബാധിക്കും. അഥവാ ആരെങ്കിലും ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടൊക്കെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊടുക്കല ഞങ്ങൾ. എന്നാലും പുറത്തിറങ്ങലുണ്ട്, പക്ഷെ അത്ര ഇതായിട്ട് വരും. ചില സമയത്തുണ്ട് ഇതാ ഇതുപോലെ വാതക്കല മുറ്റത്ത് പോയി നിൽക്കലേ. ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ടിലുള്ള ഗേറ്റ് ചില സമയത്തൊക്കെ ഓപ്പൺ ആക്കി ഇടും. അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ആക്കി ഇടുന്ന സമയത്ത് ഇവരെങ്ങാനും ഈ ഒരു ടൈമിൽ പുറത്തെങ്ങാനും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ റോഡാണല്ലോ. അതുകൊണ്ട് മാക്സിമം ഞാൻ ആ ഒരു സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തൊക്കെ, എന്നാലും വല്ലപ്പോഴൊക്കെ ഇതാ ഇതുപോലെ ചാടിപ്പോകും. പക്ഷെ കൂടുതലായിട്ടും നമ്മൾ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ തന്നെയാണ് നിൽക്കാറ്. ഇതിപ്പം മുന്നിൽ പോയിട്ട് എൻ്റെ ആ ഒരു ഭാഗത്തുള്ള മുളകും തൈയും വൈദ്യനങ്ങയുടെ കറിവേപ്പില തൈയും ഒക്കെ കൊത്തി തിന്നിട്ടുണ്ടായിരുന്നു.
കോഴികൾക്കുള്ള ഫുഡെല്ലാം കൊടുത്ത് അവരെ ഇറക്കിയതിന് ശേഷം പിന്നെ കുറച്ച് സമയം കിടന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലുഹറൊക്കെ നിസ്കരിച്ചിട്ടാണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ചോറിനെ തലേ ദിവസം ഗ്രാൻഡ് മാളിൽ നിന്ന് നമ്മളെ നാട്ടിൽ കിട്ടുന്നത് പോലത്തെ കുഞ്ഞിമത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ആസി. അപ്പോൾ അത്ര ചെറുതല്ല, എന്നാലും ഇവിടെ വലിയ സൈസുള്ള മത്തിയൊക്കെ അല്ലേ കിട്ടുക. റെയറായിട്ടാണ് ഈ ഒരു കുഞ്ഞിമത്തി കിട്ടുക. അപ്പോൾ അതും മോര് കാച്ചിയതും ആക്കാന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോംബോ ആണ് മോര് കാച്ചിയതും മീൻ വരട്ടിയതും. കുഞ്ഞിമത്തിയാകുന്ന സമയത്ത് പിന്നെ പറയണ്ടല്ലോ. ഇവിടെ ഈ വാറും പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷം ഏറ്റവും ഡിമാൻഡ് കൂടിയ സാധനമാണ് ഈ ഒരു തേങ്ങയും പിന്നെ നേന്ത്രപ്പഴവും. രണ്ടിനും നല്ലോണം റേറ്റും കൂടിയിട്ടുണ്ട്, കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പം തേങ്ങ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിലും മോര് കാച്ചുന്നതിൽ കുറച്ച് തേങ്ങയെ വേണ്ടു. അപ്പോൾ അത് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ മോര് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു കാച്ചിയ മോരിന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തിലിനൊക്കെ അരക്കുന്ന അരിയില്ല, അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരിയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെയുള്ള തേങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിലോട്ട് നല്ല ചൂടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. നോർമൽ ആയിട്ടുള്ള തേങ്ങയൊക്കെയാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ വെറും മോര് മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മോര് കാച്ചാനൊക്കെ എടുക്കുന്ന പാത്രം അതിന് മാത്രമായിട്ട് യൂസ് ചെയ്യണേ. വേറെ പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പം ഈ ഒരു ചട്ടി മോര് വെച്ചിട്ടുള്ള കറികളും ഇതുപോലെ മോര് കാച്ചാനും വേണ്ടി മാത്രം എടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇത് നല്ലോണം മോര് മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ അരിച്ച് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ചെറിയുള്ളി ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും. ഇനി ഇത് നല്ലോണം അങ്ങ് തിളപ്പിക്കുക. ചെറിയൊരു തിള വരുന്ന സമയത്ത് തന്നെ ഇത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം മൺചട്ടി ആയതുകൊണ്ട് അതിൽ കുറച്ച് സമയം ചൂട് നിൽക്കല്ലോ, ആ ഒരു ചൂടിൽ കിടന്നിട്ട് ബാക്കി അങ്ങ് തിളച്ചോളും. ഇനി നമുക്ക് നാടൻ ഊണൊന്ന് സെർവ് ചെയ്താലോ. നല്ല ചൂടോടുകൂടെ മട്ട അരിയുടെ ചോറും പിന്നെ നമ്മളെ കുഞ്ഞിമത്തി, പിന്നെ ഈ ഒരു മോര് കാച്ചതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന മീൻ മുളക് ഇട്ടത് കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ. കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വേറെ വെജിറ്റബിൾ കറിയൊന്നും ഉണ്ടാക്കില്ല. ഈ ഒരു മീൻ മുളക് ഇട്ടതും മോര് കാച്ചതും ഇത് മാത്രം മതി. പിന്നെ ആഡംബരത്തിന് വേണ്ടി മാത്രം കുറച്ച് മത്തി പൊരിച്ചതും ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ കുറച്ച് ആപ്പിൾ ഉപ്പിലിട്ടതും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു മീൻ വരട്ടിയതും മോര് കാച്ചതും മാത്രം മതി കേട്ടോ. എത്ര ചോറാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മോര് കാച്ചി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാണ്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് നാടൻ ചോറ് നാടൻ ചോറ് കഴിക്കുന്നത്. നാടൻ അന്നേരം ഒരു വിചാരിക്കും നമുക്ക് എപ്പം ബിരിയാണി മന്തി. സ്പെഷ്യല് എനിക്ക് എടുത്തു പറയേണ്ടത് ഈ കുഞ്ഞു മത്തി, നല്ല നാട്ടിൽ മാത്രം കിട്ടുന്ന അതേ ടേസ്റ്റ്, നല്ല മത്തി. അതാണ് ഫ്രൈ ആക്കിയതും വരട്ടിയതും. അല്ല, കുറെ ദിവസങ്ങൾക്ക് ശേഷം എന്നിട്ട് ഒരു വിചാരിക്കും ദിവസം ഇവിടെ മന്തി വല്ലപ്പോഴാണ് ഇയാള് ചോറ് വെക്കലുള്ളൂ. അതാ നാടൻ നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആപ്പിൾ ഉപ്പിലിട്ടത് അതിങ്ങനെ മോര് കാച്ചിയതല്ലേ, ഇത് മോര് കാച്ചിയതല്ലേ, മോര് കാച്ചിയതിലിട്ടിട്ട് മത്തി വരട്ടിയതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മോര് കാച്ചിയതും വരട്ടി. ആശ എങ്ങനെ ടേസ്റ്റ്? നല്ല ടേസ്റ്റ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മോര് കാച്ചിയത്. മോര് കാച്ചിയത് ഉണ്ടെങ്കിൽ മാത്രമേ ഇവര് വെറുംചോറ് ഫുള്ളായിട്ട് കഴിക്കും, അല്ലെങ്കിൽ പകുതി കുഴച്ചല്ല അങ്ങനെ ഇടും. ജനുഞ്ഞ് വരുന്നില്ല, വേഗം വാ, ചോറും കഴിഞ്ഞിട്ട് പോണ്ടേ. ചോറും കഴിഞ്ഞിട്ട് പോകും, നെസീമ പോണ്ടേ. അസറും നിസ്കരിച്ചിട്ട് പോവാ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി വീഡിയോ കാണാം. ഓക്കെ ബൈ. കുറേ വേസ്റ്റ് ഉണ്ട് എടാ, അങ്ങനെ ഉരച്ചു കൊണ്ടോല്ല. കാലാവസ്ഥയിൽ പറയുന്ന കറക്റ്റ് അല്ലേ ഇവിടെ, നാട്ടിലെ പോലെ അല്ലല്ലോ. മഴ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാൻ ഇല്ല, ഉണ്ടാവാതിരിക്കാന്ന് പറഞ്ഞില്ല. ഇടി മിന്നൽ മഴയെല്ലാം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കണ്ടാ കാലാവസ്ഥ. ആ ഇനി പോട് കൊണ്ടുപോയി ഇട്ടോ, ഞങ്ങളങ്ങ് വരൂ. നല്ല മഴക്കാറുണ്ട് കേട്ടാ. ഇവിടെ ഖത്തറിലെ നമ്മളെ നാട്ടിലെ പോലെ അല്ലല്ല, ക്ലൈമറ്റിന്റെ ഇതെല്ലാം പറയുന്നത് കറക്റ്റ് ആയിരിക്കും അല്ലേ. ശനിയാഴ്ച ഇടി മിന്നൽ കാറ്റ് മഴയെല്ലാം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഇങ്ങനെ ഇരുട്ട് പിടിച്ചിട്ടുള്ള എനിക്കിഷ്ടം ഇങ്ങനത്തെ ക്ലൈമറ്റ്. എല്ലാവർക്കും ഇഷ്ട. ഇങ്ങനെ ഒരു മഴ പെയ്യേ നോക്കുമ്പോ പെയ്താ വലിയ ഇഷ്ടമൊന്നല്ല എനിക്ക്. നാട്ടിലത്തെ ഒരു കാലാവസ്ഥ. So guys, walkie-talkie, not new thing, like you guys had heard it, right? Yeah. So this is a brand new walkie-talkie, I will check. And it has connection, like
if one, like for example, for one box it's 155, and like there will be 2 pieces like this, 2 colors. And there are purple, yellow, etc. വേഗം പറഞ്ഞൂടെ അഭി വിളിക്കുന്നു. ഇത് പ്രസ് ചെയ്താൽ കണ്ട ഇവിടെ ലൈക്ക് ഒരു സാധനമല്ലോ ആടെ ലൈക്ക് we will take photo for sure. കോളി മെസ്സേജ് കോൾ ചെയ്ത് സംസാരിക്കും. ആയിഷക്ക് ഇനി വേസ്റ്റ് കൊണ്ടിടുമല്ല ഇതും കൈ പിടിച്ചു പോവല്ലേ ആയിഷ? ഹായ് ഹായ് വെരി ഗുഡ് കണ്ട. ഓക്കെ ഇനഫ് അഭി വിളിക്കുന്നു. ഒന്നുകൂടി കാണിട്ടെ, അത് ബെസ്റ്റ് തിങ് ആണ് എവർ. ഓക്കെ മെസ്സേജ് കണ്ടോ? അപ്പൊ ഈ ലൈക്ക് ദിസ് വൺ റൈറ്റ്, വെൻ വി വിൽ പ്രസ് വി ക്യാൻ പുട്ട് എനി ഇമേജ് ആൻഡ് ഷീ വിൽ ഗെറ്റ് ഇറ്റ്. കണ്ടോ? അത് കവർ ചെയ്യും. വെക്ക് കണ്ട അല്ല കണ്ട കിട്ടിയ. അങ്ങനെ മെഡിസിൻ എല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ചു വന്നു. എടാ വാ പോര് ഓരെന്തെന്നാ കളിക്കുന്നത് അതുപോലെ കളിക്കുന്. Jealous of my mansion. നീ കൂട്ടി വന്ന 400. Let's see who will win. 3, 2. ഞാൻ പോന്നാ. സ്ലോലി ഓക്കെ അടുത്ത പ്ലാൻ എന്താണ് അന്ന് പറഞ്ഞോളൂ. എന്റെ കുക്കറിന്റെ വിസില് പോയെ അവിടെ പോണോ? അവിടെ പോയിട്ട് ടോപ്പ് നന്നാക്കണോ? അത് ഫസ്റ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഇലക്ട്രോണിക് ഐറ്റംസുകളും റിപ്പയർ ചെയ്ത് കിട്ടും ഈ ഒരു ഷോപ്പിൽ നിന്ന്. നിത്യം ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഐറ്റംസുകൾ ഉണ്ടല്ലോ, അത് ഒക്കെ നമ്മളെന്താക്കും, വടക്കായി പോയി കഴിഞ്ഞാൽ ഒരു മൂലക്കിടാറാണ് പതിവ്. പക്ഷേ ഖത്തറിൽ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഏത് ഇലക്ട്രോണിക് ഐറ്റംസുകളും ഇവിടുന്ന് നന്നാക്കി തരും. കേട്ടോ? എവിടെയായിരിക്കുന്നെന്ന് പറഞ്ഞാ come here. എന്റെ മണി എടുത്തിട്ട് ഞാൻ എന്തായാലും പലതരം പോയിട്ട് വായിച്ചു. ജാക്കറ്റ് ഒന്നും വേണ്ട, റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗോൾഡീന്ന് പറഞ്ഞിക്കല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട്സ് ഒക്കെ ഡോക്ടർ ചെക്ക് ചെയ്തു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മൾ സ്ഥിരം കഴിക്കുന്ന തൈറോയിഡിൻ്റെയും വൈറ്റമിൻ്റെയും ഒക്കെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം, അത് നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടായിരുന്നേ ഉണ്ടായിരുന്നത്. സ്കാനിങ് കഴിഞ്ഞത് തൊട്ടിട്ട് എന്തായിരിക്കും റിപ്പോർട്ട് പറയാന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ അൽഹംദുലില്ലാ ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സമാധാനത്തിൽ ഡിന്നറൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു പോവുക ചെയ്തത്. ഇനി റൂമിലേക്ക് വേഗം പോയിട്ട് നിസ്കരിക്കണം, ഉറങ്ങണം. നാളെ രാവിലെ സ്കൂളുണ്ട്. എടാ നോക്കിയിട്ട് കയറാ. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങ് കയറലും ഇതാ നല്ല മഴ. ഞാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടേനുള്ളൂ ഇന്ന് മഴയെല്ലാം ഉണ്ടാവുമെന്ന് പറയുന്നിട്ട് ജസ്റ്റ് ഇങ്ങ് കയറിനാള്ളൂ, അപ്പോഴേക്ക് മഴ. മാഷാ അല്ലാ, നല്ല മണ്ണിൽ വെള്ളം വീണാലുള്ള ആ ഒരു മണയില്ലേ, ആ മണമുണ്ട് ഇപ്പോൾ ഇവിടെ മൊത്തം മണ്ണിൻ്റെ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സൗണ്ട് കേട്ടിട്ട് നോക്കിയതാ, ഒന്ന് സൗണ്ട് പുറത്ത്. അപ്പോൾ ഓക്കെ, മഴ അവിടെ നിന്ന് പെയ്യട്ടെ. ഇടിയും മിന്നൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി. ഇടിയും മിന്നും എല്ലാം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്ന കേട്ടിന്, പക്ഷെ കണ്ടിട്ട് അതൊന്നും ഉണ്ടാകുന്ന ചാൻസ് ഇല്ല. ഇനിയിപ്പം പുലർച്ചെ എങ്ങാനും ഉണ്ടാവുമോ എന്നറിയില്ലേ.